ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ട് പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്, അതായത് 2 മുറി തേങ്ങ. ഇതിൽ നിന്ന് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കേണ്ടതുണ്ട്. 1 ഗ്ലാസ് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ചെറുപയർ പരിപ്പാണ്, പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പാണ്. നിങ്ങൾക്കിത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഈ കഴുകണതിന് മുമ്പാണ് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നത്. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇവിടെ ഏകദേശം കളർ മാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ശർക്കര മുറിച്ചിട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. അതായത് ശർക്കര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായി കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം 5 വിസിലാണ് ഇവിടെ കേട്ടത്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിച്ച ചെറുപയർ പരിപ്പാണിത്. അതിനുശേഷം നമുക്ക് ഇത് 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. വെന്ത് വന്ന ചെറുപയർ പരിപ്പ് ഞാൻ 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിക്കുമ്പോൾ പ്രത്യേകം നന്നായി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതായിരിക്കും. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ തിളച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചട്ടിയിൽ കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാം. അതിക്ക് മുമ്പായിട്ട് ഞാനിവിടെ 3 ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് ചേർക്കുന്നതോടൊപ്പം നമുക്ക് ചീനച്ചട്ടിയിൽ ഉപയോഗിച്ച നെയ്യ് നമുക്ക് അതിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ കശുവണ്ടി ഉണക്കമുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം.